ഓക്കെ മക്കളെ, ക്വസ്റ്റ്യൻ നമ്പർ 19 ഓൺ ഷിഫ്റ്റ് ടു January 31st. നോക്കിയ മക്കളെ, ക്വസ്റ്റ്യൻ ഒരു മെട്രിക്സിൽ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ABA 3x3 മെട്രിക്സ്. ആ 3x3 മെട്രിക്സ് ഇൻറ്റു ഒരു കോളം മെട്രിക്സ് എന്ന് പറയുന്നത് 2 എന്ന് വന്നിട്ടുണ്ട്. 2 into A മെട്രിക്സ് തന്നിട്ടുണ്ട്. അതേപോലെ കണ്ടീഷൻ ദെൻ ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ A - 3i into XYZ is equal to 1 2 3. അതിന് എത്ര സൊല്യൂഷൻ ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 3x3 മെട്രിക്സ് ആയതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം? എ എന്ന് പറയുന്ന ആ മെട്രിക്സ് തൽക്കാലം നമ്മൾ x1 y1 z1 x2 y2 z2 അതുപോലെ തന്നെ x3 y3 z3 എന്നെടുക്കുന്നു. മെട്രിക്സ് ഇങ്ങനെ എടുത്തു. എ ഇൻറ്റു ആ മെട്രിക്സ് ഇൻറ്റു എന്താണ് ഫസ്റ്റത്തെ കണ്ടീഷൻ നോക്കിയോ? എ ഇൻറ്റു ആ മെട്രിക്സ് ഏത്? 0 1 0 1 1 0 1 1 0 1 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് 2 into 0 0 2 എന്ന് നമുക്ക് എഴുതാലോ ആ മെട്രിക്സിനെ. അപ്പൊ ഇനി ഇതിന് നമുക്ക് എന്താണ് അതിൽ വരുന്നത്? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 into x1 x1 y1 into 0 0 1 into z1 z1 x1 plus z1 എന്ന് വരും. ആ x1 plus z1 എന്ന് പറയുന്നത് എന്താണ്? 2 ആണ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ. പിന്നെ അടുത്തത് x2 into 1 x2 y2 into 0 0 plus z2 into 1 z2 x2 plus z2 is 0 ആണ്. ഇനി x3 അതേപോലെ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും x3 പ്ലസ് y3 is equal to എന്ത് വന്നു? 2 എന്നും വരും. ഇങ്ങനെ ഒരു ഇക്വേഷൻ അവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിൽ ആ ഫസ്റ്റത്തെ 3 ഇക്വേഷൻസ് കിട്ടും നമുക്ക്. x1 y1 x2 അതിന്റെ എല്ലാത്തിന്റെയും വാല്യൂ എന്താന്ന് നോക്കണം. അതായത് അപ്പൊ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് സംഭവം. ഇനി അതിൽ രണ്ടാമത്തേലേക്ക് പോകുന്ന സമയത്ത് ഞാനിത് ഇവിടെ ചെയ്യുന്നു. ഇത് ഇങ്ങനെ പോയിട്ട് രണ്ടാമത്തെ മെട്രിക്സ് എന്ന് പറയുമ്പം ദാറ്റ് എ ഇൻറ്റു എന്താണ് നോക്കും മക്കളെ? എ ഇൻറ്റു -1 0 1 ഇങ്ങനെയാണ് വരുന്നത്. എ ഇൻറ്റു ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു എന്നാണ്. അപ്പൊ -4 0 എന്താവും? 4 എന്നാവും. ഓക്കെ, -4 0 4 എന്നാവും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ഇതേപോലെ തന്നെ എഴുതുന്നു. -x1 എന്ന് വന്നു. y1 into 0 -x1 plus z1 is equal to -4. -x1 plus z1 is equal to -4. Second row x2 into -1 -x2 plus z2 is equal to 0. Third row ആകുമ്പോൾ -x3 plus z3 is equal to 4. ഇതേപോലെ തന്നെ അടുത്ത മെട്രിക്സ് എടുക്കുക. ഇങ്ങനെ ഒരു അടുത്ത ഇക്വേഷൻ എടുത്തു. അടുത്ത് തന്നിട്ടുണ്ട് എ ഇൻറ്റു എന്താണെന്ന് നോക്കിയാൽ അടുത്തത് എ ഇൻറ്റു എന്ന് തന്നിട്ടുണ്ട്. എ ഇൻറ്റു ഏത് മെട്രിക്സ്? അടുത്ത നോക്കിയോ ഏതാണ്? എ ഇൻറ്റു 0 1 0 ആണ്. അപ്പൊ 0 1 0 ഇസ് ഈക്വൽ ടു റൈറ്റിൽ നോക്കിക്കോ 0 2 0 എന്നാണ്. അപ്പൊ അവിടുന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന x1 പോയി, x1 into 0 അത് പോയി, y1 into 1 y1 is equal to 0. മൂന്നാമത്തത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ അല്ലെ, മൂന്നാമത്തത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? x1 into 0 x1 y1 into 1 y1 z1 into 0 0 അല്ലെ, y1 is equal to 0. രണ്ടാമത്തെ ഇത് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്തോ y1 0. രണ്ടാമത്തെ x2 into 0 x0 y2 into 1 y2 z2 into 0. അപ്പൊ y2 is equal to 2. x3 into 0 y3 കിട്ടും. y3 മൂന്നാമത്തെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ y3 is equal to എന്ത് വരും? 0 എന്നും വരും. y1 y2 y3 y1ഉം y2ഉം y3 0 2 0 എന്ന് വന്നു. അപ്പൊ അത് മൂന്നും ഡയറക്റ്റ് ആയിട്ട് ആ മൂന്നിന്റെയും വാല്യൂ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് മക്കളെ. ഇനി ഈ ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ x1 z1 x2 z2 x3 z3 നമുക്ക് കിട്ടും. x1 plus z1 എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യാം.
x1 പ്ലസ് z1 2ഉം മൈനസ് x1 പ്ലസ് z1 എന്ന് പറയുന്നത് -4ഉം ആകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും x1 is equal to 3ഉം z1 is equal to -1ഉം കിട്ടും. ഓക്കെ, അടുത്ത ഇക്വേഷൻസ് സോൾവ് ചെയ്യുക. അടുത്ത ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ x2ഉം z2ഉം കിട്ടും. ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യുമ്പോൾ x2 0 കിട്ടും, z2ഉം 0 കിട്ടും. x3 പ്ലസ് y3 is equal to 2ഉം മൈനസ് x3 പ്ലസ് z3 is equal to 4ഉം അതിൽ രണ്ടിലും സോൾവ് ചെയ്യുന്ന സമയത്ത് x3 പ്ലസ് z3 is equal to 0യും മൈനസ് x3 പ്ലസ് z3 is equal to 0യും സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ കിട്ടും? x3 എന്ന് പറയുന്നത് -1ഉം z3 is equal to എന്തും കിട്ടും? 3യും കിട്ടും. അപ്പൊ നമുക്ക് എ എന്ന് പറയുന്ന ആ മെട്രിക്സ് ഉണ്ടാക്കാൻ പറ്റും. ഇത്രയും പണിയെടുക്കണം നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സിലേക്ക് കിട്ടാൻ. അപ്പൊ എന്താണ് എ എന്ന് പറയുന്ന മെട്രിക്സ് വരിക? x1 എന്ന് പറയുന്നത് 3 0 -1 0 2 0 -1 0 3. എ മെട്രിക്സ് എ. a-3i ഇൻറ്റു XYZ ആണ്. അപ്പൊ 3i എന്ന് പറയുന്നത് നമുക്കറിയാം 3 0 0 0 3 0 0 0 3 ആണ്. അപ്പൊ a-3i എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് 0 0 -1 0 -1 0 -1 0 0 a-3i. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? a-3i ഇതാണ്. a-3i ഇൻറ്റു XYZ is equal to 1 2 3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വലിയ കാര്യമൊന്നുമില്ല. ആ റോയും കോളും തന്നെ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ -z is equal to 1 എന്ന് വരും. അപ്പൊ z1. ഇനി എന്ത് ചെയ്യാം? -y is equal to 2 എന്ന് വരും. അപ്പൊ y2. അതേപോലെ തന്നെ നമുക്ക് -x is equal to 1 -x is equal to 3. അപ്പൊ x is equal to 3 എന്നും വരും. അപ്പൊ യുണീക്ക് സൊല്യൂഷൻ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ സൊല്യൂഷൻ അല്ലേ? യുണീക്ക് സൊല്യൂഷനാണ്. അല്ലെങ്കിൽ ആ ഡിറ്റർമിനന്റ് വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് യുണീക്ക് സൊല്യൂഷൻ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം സിസ്റ്റം ഓഫ് ഇക്വേഷനിൽ നിന്ന്. ഓക്കെ.